1966 ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതോടെ കൊച്ചി സ്വദേശിനി പുഷ്പലത പൈ വണ്ടി ഓടിച്ചു കയറിയത് ചരിത്രത്തിലേക്കാണ്. കേരളത്തിൽ ആദ്യമായി സ്കൂട്ടർ ലൈസൻസ് എടുത്ത വനിത എന്ന ഖ്യാതി നേടിയ പുഷ്പലത അന്നത്തെ സമൂഹത്തിന്റെ അപ്രഖ്യാപിത നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് ആ നേട്ടത്തിലേക്ക് എത്തിയത്. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തേടുന്ന താരത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി വരാം. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശേഷം പ്രാതൽ വാർത്തയിൽ സേതുലക്ഷ്മി എത്തും. നമസ്കാരം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപേ ലൈസൻസ് എടുത്ത് കൊച്ചി നഗരത്തിലൂടെ സ്കൂട്ടറിൽ ചീറിപ്പാഞ്ഞ വനിത. അന്നത്തെ ആ സാഹസത്തെ ഏറ്റെടുത്തത് കൂക്കിവിളികളും പരിഹാസങ്ങളുമായിരുന്നു. ഒടുവിൽ എല്ലാവരുടെയും സ്കൂട്ടർ അമ്മയായി മാറി ഈ പുഷ്പലത പൈ. ഡ്രൈവിംഗ് എനിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അറിയാം. കാറും സ്കൂട്ടർ, പക്ഷെ സ്കൂട്ടർ കൊടുക്കാറില്ലായിരുന്നു എനിക്ക്. എവിടെയെങ്കിലും മുട്ടിയാൽ കാലും കൈ ഇതായ കല്യാണത്തിന് ബുദ്ധിമുട്ടല്ല. ഹസ്ബൻഡ് സപ്പോർട്ടീവെന്നും പറഞ്ഞ മടിയനാ, എല്ലാം ചെയ്തോളെല്ലാം പറഞ്ഞിട്ട് മിണ്ടാറില്ല. ഹി വാസ് ആൻ ഇന്ത്യൻ പ്ലെയർ ആൻഡ് ഇൻ്റർനാഷണൽ റെഫറി. സം പീപ്പിൾ ദേ യൂസ് ടു ടെൽ മൈ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ് എപ്പോഴും റോഡിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. അവിടെ ഇവിടെ പോയി ഓരോ പണി ഞാൻ തന്നെ ചെയ്യുന്നത്, ഇയാൾ മടിയനായി. സോ പീപ്പിൾ യൂസ് ടു ആസ്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ മൈ ഹസ്ബൻഡ് വിൽ ടെൽ ദം, ഞാൻ എന്താ ജോലി ചെയ്യുമെന്നും പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കാം, ദാറ്റ് യു ഡു ഇറ്റ് എന്നും പറയും ചോദിച്ചവർക്ക്. ഹി വാസ് വെരി സപ്പോർട്ടീവ്. അത് കളിയാക്കും, അവർക്ക് വേറെ പണിയില്ല, എനിക്ക് ഇതേ പണി. കല്യാണശേഷം ഭർത്താവിന്റെ കൂടി പിന്തുണയിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയ പുഷ്പലത ഈ നഗരത്തിലെ പല വനിതകളുടെയും ഡ്രൈവിംഗ് ഗുരുവായി മാറി. സ്കൂൾ മാംഗ്ലൂരിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ക്രൗൺ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന്. പിന്നെ എവറി ഇയർ ഐ യൂസ് ടു ചേഞ്ച് ഐ ഹാഡ് വെസ്പ, ഹോണ്ടയുടെ ഇത് EVMൻ്റെ സാബുക്ക് ഫോൺ ചെയ്താൽ മതി, എനിക്കൊരു വണ്ടി വേണം, ഉടനെ ഹി വിൽ സെൻഡ്. അതുപോലെ ലാസ്റ്റ് ഞാൻ സെയിൽ ചെയ്യുമ്പോൾ, എൻ്റെ സ്കൂട്ടർ സെയിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഐ കോൾഡ് ഹിം ആൻഡ് ടോൾഡ്, പുതിയ വണ്ടി 1.5-2 വർഷത്തിന് കൂടുതൽ യൂസ് ചെയ്യാറില്ല. അവിടെ ഇവിടെ നിന്നാൽ ഹെൽപ്പ് ചെയ്യാൻ ആരില്ലല്ലോ. പക്ഷേ കുറച്ചുനാളായി പുഷ്പലത വണ്ടി അങ്ങനെ ഓടിക്കാറില്ല. കാരണം ഇതാണ്. ഇല്ല, ഇപ്പോൾ എന്താ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവറെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല കുട്ടികൾ. അതെ, അവർ സമ്മതിക്കില്ല. മമ്മി എൻ്റെ സത്യം ഉണ്ടെന്ന് പറഞ്ഞ് മകൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇന്നലെ ഏതോ ഒരു വണ്ടിയിലെ മീഡിയക്കാരെ പറഞ്ഞതിന് ഓടിച്ചതെന്ന് എനിക്ക് വഴക്കിട്ടിട്ടുണ്ട്. എൻ്റെ സേഫ്റ്റി എന്നും പറഞ്ഞാൽ അവർക്ക് എന്നെ വേണമെന്ന്. ഏഴോളം ഭാഷകളിൽ പ്രാവീണ്യം, മിക്ക വിദേശ രാജ്യങ്ങളിലും സഞ്ചാരം. 70കളിലെ ഈ ചുണക്കുട്ടിക്ക് നിസ്സാരമായത് അങ്ങനെ പലതാണ്. ഈ പ്രായത്തിലും പുഷ്പലതയുടെ യാത്രയും അങ്ങനെ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണുവിനൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.